ല്ലോ ഷാജിർ ഖാൻ, ഇപ്പോൾ ഈ കമ്മിറ്റികളെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ അതിൽ തന്നെ 2 കമ്മിറ്റികൾ പ്രധാനമായും ലെബ്ബ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതുകൂടാതെ പ്രൊഫസർ കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൽ കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് ഈ സർക്കാർ വച്ച റിപ്പോർട്ടാണ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെയാണ്, ഏതാണ്ട് 3 വർഷത്തോളമോ മറ്റോ കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. അതേക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കണം, ഇനിയും അതേക്കുറിച്ച് പഠിക്കാനുണ്ട് എന്നതാണ്. 3 വർഷം ഒരു കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇനിയും അതേക്കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായി തന്നെ ഈ മാർജിനൽ സീറ്റ് വർധന എന്നുള്ളതല്ല, താത്കാലിക ബാച്ച് അല്ല പരിഹാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നടപടിയില്ല. ഇനി ലെബ്ബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം, അത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആണ് അത്തരമൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വന്നത്. പക്ഷേ അത് ആ സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഈ കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് 40 കുട്ടികൾ 1:40, അധ്യാപക അനുപാതം 1, ഒരു അധ്യാപകന് 40 കുട്ടികൾ, അതിനപ്പുറത്തേക്ക് പാടില്ല എന്ന് പറയുന്നത് അത് 50 ആക്കി തന്നെ ആ സർക്കാർ അത് മാറ്റുന്നു. ഇപ്പോഴത് 65, ചില ക്ലാസ്സുകൾക്ക് 70 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. റഷാദ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. എന്ന് വെച്ചാൽ നിലവിൽ ഈ സീറ്റ് പ്രശ്നം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലീഗ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ യു ഡി എഫ് എന്ത് ചെയ്തു എന്നതാണ്. കാരണം നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതല്ലേ, നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ചെയ്തത് എന്നതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഒരു കാര്യം ഞാൻ ആത്മവിശ്വാസത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, യു ഡി എഫ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മാത്രമേ നിലവിൽ ഉള്ള +1 സീറ്റ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയിട്ടുള്ളൂ എന്നതാണ് കൃത്യമായി ആധികാരികമായിട്ട് പറയാൻ ഞങ്ങൾക്ക് കഴിയും. നമുക്കറിയാം, 1998 നായനാർ സർക്കാരാണ് ഈ +1 സംവിധാനം നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം അന്ന് +1 വന്നതിന് ശേഷം ഈ +1 സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ അത് കൃത്യമായി വിതരണം ചെയ്യാൻ, അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ നായനാർ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിനുശേഷം ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു. അതിൽ ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അതേപോലെ തന്നെ നാലകത്ത് സൂപ്പിയും വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ എല്ലാ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കി മാറ്റുകയും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധികമായി ബാച്ച് അനുവദിക്കുകയും ചെയ്താണ് തുടങ്ങിയത്. അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്നു. വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്നപ്പോഴും ഈ പ്രശ്നത്തിൽ +1 സീറ്റ്, ആ സമയത്തുണ്ടായ +1 സീറ്റ് വിഷയം പരിഹരിക്കാനുള്ള ഒരിടപെടലും വി എസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, വിദ്യാഭ്യാസ മന്ത്രിയായ എം.എ. ബേബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനുശേഷം വീണ്ടും 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്ന സമയത്ത് പി കെ അബ്ദുൾ റബ്ബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 1402 ബാച്ചുകൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അബ്ദുൾ റബ്ബ് അനുവദിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല 85,000-ലേറെ സീറ്റും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അബ്ദുൾ റബ്ബ് +1 സീറ്റായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അന്ന് അബ്ദുൾ റബ്ബിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന +1 സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മകമായി ഇടപെട്ട അബ്ദുൾ റബ്ബിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ് അന്ന് CPM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ ആ രൂപത്തിൽ ക്രിയാത്മകമായി കൃത്യമായി UDF, മുസ്ലിം ലീഗ് കൃത്യമായി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ CPM-നോട് ഞങ്ങൾ ചോദിക്കുന്നത്, എന്ത് ഇടപെടലാണ് CPM-ന്റെ ഭാഗത്ത്? എത്ര സീറ്റ് ഭരിക്കുന്ന കാലത്ത്, CPM ഭരിക്കുന്ന കാലത്ത് +1 അനുവദിച്ചു? എത്ര ബാച്ച് അനുവദിച്ചു? എത്ര സ്കൂളുകൾ അനുവദിച്ചു? ഇത് ചോദിച്ചാൽ 0 എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ള ഉത്തരം. എന്ന് വെച്ചാൽ വെറുതെ വലിയ വർത്തമാനം പറയാനല്ലാതെ ക്രിയാത്മകമായി ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരിടപെടലും LDF-ന്റെ ഭാഗത്തു നിന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോ നേരത്തെ താങ്കൾ ബഹുമാനപ്പെട്ട ആങ്കർ സൂചിപ്പിച്ചതുപോലെ നോക്കൂ, 65 കുട്ടികളും 70 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാഹചര്യം. എന്താ ആ ക്ലാസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അല്ല, ഇതിപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ലെബ്ബ കമ്മിറ്റി വന്നത് എപ്പോഴാണ്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്
ലെബ കമ്മിറ്റി റിപ്പോർട്ട്, അത് കാര്യങ്ങൾ പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ തന്നെ നിയോഗിച്ചൊരു കമ്മിറ്റിയായിരുന്നു. അതിൽ പ്രൊഫസർ കെ എ ഹാഷിം, പ്രൊഫസർ ജോർജ് ഓണക്കൂർ, കെ ജി സുകുമാരപിള്ള എന്നിവരൊക്കെയായിരുന്നു ഈ കമ്മിറ്റി അംഗങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 40 വിദ്യാർത്ഥികളെന്ന അനുപാതം പാലിക്കണം എന്നുള്ളതായിരുന്നു. അത് കൂടാതെ 50 കുട്ടികൾ ഒരു ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കേണ്ട സ്ഥിതിയുണ്ടെങ്കിൽ പുതിയ ബാച്ച് രൂപീകരിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഈ സർക്കാർ തന്നെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അട്ടിമറിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. അതായത് മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് 40 എന്ന നിർദ്ദേശം 50 സീറ്റാക്കി ഉയർത്തുന്നത് അതേ മന്ത്രിസഭയാണ്. അവിടെ നിന്നിപ്പോൾ അത് 65 ആക്കിയിരിക്കുന്നു. മാർജിനൽ സീറ്റ് വർധന എന്ന തരത്തിലേക്ക് ഓരോ തവണയും ഇക്കുറിയും അങ്ങനെയൊക്കെയുള്ള വർധന നേരത്തെ തന്നെ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ലല്ലോ. താങ്കളിപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഈ കണക്ക് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നത്. 50 റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പരമാവധി 50 വരെ എന്നതാണ്. അല്ല, 40 ആയി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 65 തമ്മിൽ ഈ കണക്ക് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് 50 65 കുട്ടികളെയും 70 കുട്ടികളെയും ഒക്കെ ഇരുത്തിയിട്ട് നിലവിൽ അങ്ങനെ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ആർക്കാണ് ഇവിടെ ബാധ്യത? അതിനുശേഷം വന്ന LDF ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടിട്ട് സീറ്റുകൾ വീണ്ടും വർദ്ധിപ്പിക്കലല്ലാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രൂപത്തിൽ ബാച്ച് അനുവദിക്കാനോ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 50 കുട്ടികൾക്ക് കൂടുതൽ എന്തായാലും UDF ഭരിക്കുന്ന സമയത്ത് എന്താണ് അനുവദിച്ചിട്ട് അതിൽ കൂടുതൽ കുട്ടികളെ ഇരുത്തി UDF ഭരിക്കുന്ന കാലത്തും ഒരു സമയത്തും എന്താണ് ഞങ്ങൾ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചിട്ടില്ല. അത് പരമാവധി സംഖ്യയായിരുന്നു.